അല്ല, കത്ത് ലഭിച്ചു എനിക്കെതിരായിട്ടൊരു പരാതി ചേംബറിൽ കൊടുത്തിട്ടുണ്ട്. അതിന്ന് ചർച്ച ചെയ്യും കമ്മിറ്റി. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ ആരോപണങ്ങളെ വ്യക്തിപരമായി ഉള്ള എന്നെ ലക്ഷ്യമിട്ടുള്ളതാണ്. കാരണം വിൻസിയുടെ പരാതി എന്നിലൂടെ പത്രക്കാർക്ക് ലഭിച്ചു, മാധ്യമങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞിടത്ത് തന്നെ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. എന്നെ ടാർഗറ്റ് ചെയ്യാണ്. കേരള ഫിലിം ചേംബർ എന്ന് പറയുന്നത് വലിയ ഉച്ചസ്ഥായി നിൽക്കുന്ന വലിയൊരു സംഘടനയാണ്. ഈ സംഘടനയെ താറടിച്ച് കാണിക്കാനും ഈ സംഘടനയിൽ ഞങ്ങൾ തമ്മിലുള്ള ഐക്യം, പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, എക്സിബിറ്റേഴ്സ്, ഞങ്ങൾ തമ്മിലുള്ള ഐക്യം തകർക്കാനും വേണ്ടി നടത്തുന്ന ഒരു ഗൂഢാലോചനയാണ്. അത് ഞങ്ങളൊരിക്കലും ഫെഫ്കെ തകർക്കാൻ ശ്രമിച്ചിട്ടില്ല. ഫെഫ്കയിലെ മെമ്പർമാരെല്ലാം ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഫെഫ്കെ എന്ന സംഘടന ഞങ്ങൾ ബഹുമാനിക്കുന്നു. അവിടുത്തെ എല്ലാ തൊഴിലാളികളെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരുമാണ്. പക്ഷേ മറിച്ച് ഉണ്ണികൃഷ്ണൻ ഈ പറഞ്ഞ ആരോപണം ഞാൻ എവിടെയെങ്കിലും ഈ ഫെഫ്കയിലെ മുഴുവൻ ടെക്നീഷ്യന്മാരും ലഹരിക്ക് അടിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് തെളിയിച്ചാൽ മതി, ഞാൻ രാജിവെക്കാം. അതല്ല, അദ്ദേഹം ഹിഡൻ അജണ്ട അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞാൻ അങ്ങനെ പറയാത്തൊരു കാര്യമാണ്. ഞാൻ ആ പറയാത്തൊരു കാര്യം നിങ്ങളുടെ ചാനലുകളിൽ തന്നെ എടുത്താൽ അറിയാം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ കുറച്ച് പേരുടെ ഇടയിലുണ്ട്. ടെക്നീഷ്യന്മാരാണ് 10,000-കണക്കിന് ആൾക്കാരുള്ളതുകൊണ്ട് പേഴ്സൻറ്റേജ് വരുമ്പോൾ ആ ഭാഗത്തുണ്ട്. അതല്ലാതെ ഫെഫ്കയിലെ മുഴുവൻ തൊഴിലാളികളെ മുൻനിർത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ നടത്തുന്ന ഈ ഒരു ശ്രമം വളരെ മോശമാണ്. എന്നോട് വ്യക്തിപരമായ ദേഷ്യം പുള്ളിക്ക് നേരത്തെ മുതലുണ്ട്. അത് പഠനകാലത്ത് മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. 1989 കോട്ടയം CMS കോളേജിൽ അദ്ദേഹത്തിൻ്റെ പാനലിൽ എൻ്റെ പാനൽ തോൽപ്പിച്ച മുതലുള്ള ഒരു പക്ഷേ എനിക്കങ്ങനെ ഇല്ല കേട്ടോ. എനിക്ക് ഇപ്പോൾ ഇഷ്ടമാണ്. ഞങ്ങൾ സഹപാഠികളാണ്. പക്ഷേ എന്നോട് വ്യക്തിപരമായി സൂക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രൊഡ്യൂസറെ വിളിച്ച് അവിടെ അദ്ദേഹം കൊണ്ടുപോയി ഞങ്ങളുടെ പ്രൊഡ്യൂസറെ അവിടെ കൊണ്ടിരുത്തിയതിന് ഞാൻ പ്രതികരിച്ചു. അത് സത്യമാണ്. ഞാൻ അതിനകത്ത് ഞാൻ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് അദ്ദേഹത്തിന് പുറകോട്ട് പോകേണ്ടി വന്നു. പ്രൊഡ്യൂസർ സ്വമേധ വന്നതാണെന്ന് പറയുന്നു. അദ്ദേഹം ഈ പരാതി പറയുന്നത് എന്താണ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്ന് ഉണ്ണികൃഷ്ണനെ വ്യക്തമാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കാര്യം കാണാൻ വേണ്ടി അദ്ദേഹം പല ഇതിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തും. ഫെഫ്കയിലെ തൊഴിലാളികൾ 99.9% ആൾക്കാർക്കും അദ്ദേഹം തുടരണമെന്ന് ആഗ്രഹമുള്ള ആളല്ല. അപ്പോൾ ഞങ്ങൾ അതേക്കുറിച്ച് പറയുന്നില്ല, അത് അവരുടെ സംഘടനാ പ്രശ്നമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഏകാധിപതിയുടെ രീതികളുണ്ട്. അദ്ദേഹത്തെ പലർക്കും പേടിയാണ്. സത്യമാണ്. ഞങ്ങൾ ഫെഫ്കയിലെ മെമ്പേഴ്സ് ഞങ്ങളുടെ സുഹൃത്തുക്കളല്ലേ. അപ്പോൾ അതൊന്നുമല്ല, അദ്ദേഹം അവിടെ തുടരട്ടെ, അത് അവരുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങളുടെ സംഘടനയെ സ്ഥിരീകരിക്കാനും ഞങ്ങളുടെ സംഘടന ഇല്ലാതാക്കാനും അദ്ദേഹം നടത്തുന്ന ശ്രമം അത് ശരിയായ രീതിയല്ല. തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ അത് ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. തെറ്റ് ചെയ്യാതെ ഞങ്ങളുടെ സംഘടന ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. അതിവിടെ നടപ്പില്ല. അത്രയേ ഉള്ളൂ. ചർച്ച ചെയ്യട്ടെ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ക്ഷമ ചോദിക്കാം. അതല്ലെങ്കിൽ ഞാൻ ചേംബർ പറയുന്ന എന്ത് തീരുമാനത്തെയും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പിന്നെ ചർച്ച ചെയ്യും. ഇല്ല, വിൻസിയുടെ പരാതിയിൽ ICയുടെ റിപ്പോർട്ട് കിട്ടണം. ICയുടെ റിപ്പോർട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ മോണിറ്ററിംഗ് കമ്പനിക്ക് കിട്ടിയിട്ടില്ല. അത് 10 ദിവസം വരെയുണ്ട്. ഈ ബുധനാഴ്ച വ്യാഴാഴ്ചയ്ക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നടപടിയിലേക്ക് കടക്കാൻ പറ്റത്തില്ല. കാരണം ചില നടപടിക്രമങ്ങളുണ്ടല്ലോ. കാരണം ഈ IC എന്ന് പറയുന്നത് ശരിക്കും ജുഡീഷ്യൽ പവറുള്ള ഒരു സിവിൽ കോർട്ടിന് നേച്ചറുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ പവർ ആർക്കും അറിയാൻ പറ്റില്ല. കാരണം പോഷാക്ട് ഉൾപ്പെടെ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇത് പറയാതെ നമുക്ക് കയറി എന്തെങ്കിലും നടപടിക്രമങ്ങൾ തെറ്റിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല, അത് നമ്മൾ വിമർശിച്ചപ്പോൾ ഫെഫ്ക മാറ്റി പറഞ്ഞല്ലോ. ഫെഫ്ക എന്താ പറഞ്ഞത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അല്ലേ. അപ്പോൾ അതിനുശേഷം ഫെഫ്ക മാറ്റി പറഞ്ഞു. അത് മാറ്റി പറയാനുള്ള കാരണം ഞങ്ങളാണ്, പ്രത്യേകിച്ച് ഞാനാണ് എന്ന തരത്തിലാണ് എന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനാണ് വിൻസിയുടെ പരാതി നിങ്ങൾക്ക് നൽകിയതെന്ന് പറഞ്ഞല്ലോ. ഒന്ന് കാണിക്കാവോ? അപ്പോൾ ഇതൊക്കെ അവസാനം എന്നെ ടാർഗറ്റ് ചെയ്തതാണ്. കാരണം എന്താണ്, ചോദ്യം ചെയ്യുന്നവരും അതായത് കറക്റ്റായിട്ട് പ്രതികരിക്കുന്നവരെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. ഞങ്ങൾ ഫെഫ്കയെ സ്നേഹിക്കുന്നവരാണ്. ഫെഫ്ക ഞങ്ങളുടെ ഒരു സഹോദര സംഘടന പോലെ തന്നെയാണ്. ഒരിക്കലും ഉണ്ണികൃഷ്ണനോടൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ അദ്ദേഹം കാര്യം സാധിക്കാൻ വേണ്ടി ഇങ്ങനെ വ്യക്തിപരമായി ഫെഫ്കയെ മുന്നിൽ നിർത്തി അദ്ദേഹത്തെ തടികൂരുന്ന രീതിയിലുള്ള ശ്രമം നടത്തുന്നു. അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷേ ആ സംഘടനയോട് ഞങ്ങൾക്ക് ആർക്കും ഒരു പണക്കുറവ് ഇപ്പോഴും പറയണം. സംഘടന ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ആ സംഘടനയിലെ മെമ്പർമാരെല്ലാം ഞങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അല്ല, അതറിയില്ല. അതേക്കുറിച്ച് അത് നിയമത്തിന് വഴിക്കൂടെ അതേക്കുറിച്ച് അഭിപ്രായമില്ല. പക്ഷേ സാന്ദ്ര അതുകൂടെ പറയാൻ ശ്രമിക്കും. സാന്ദ്ര തോമസ് ഉണ്ണികൃഷ്ണൻ എടുത്ത പരാതിയിൽ ഞാൻ SIT എന്നിൽ നിന്ന് മൊഴിയെടുത്തു. അതും അദ്ദേഹത്തിന് എന്നോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തിന് കാരണമാണ്. സാന്ദ്ര തോമസിനെ എന്നെ സംഘടനാപരമായി പുറത്താക്കിയതിനെ കുറിച്ച് സംഘടന അഭിപ്രായം പറഞ്ഞു, ഞാൻ അഭിപ്രായം പറഞ്ഞില്ല. പക്ഷേ അത് കോടതി നിൽക്കുന്ന ഒരു കാര്യമാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ ഒരൊറ്റ കാര്യം പറയാം. സാന്ദ്ര തോമസിൻ്റെ ഈ പറഞ്ഞ പരാതിയിൽ SIT എന്നിൽ നിന്ന് മൊഴിയെടുത്തു. ഉണ്ണികൃഷ്ണനെതിരെയുള്ള പരാതിയിൽ ആ മൊഴിയെടുത്തതൊക്കെ അദ്ദേഹത്തിന് എന്നോടുള്ള എന്താ പറയുക, ഒരു അകൽച്ച, ഒരു ദേഷ്യം ഉണ്ടാക്കി കാണും. അതാ സ്വാഭാവികം. അല്ലാതെ ഞാൻ അദ്ദേഹത്തോട് ഒന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയില്ല.